ആദ്യം തന്നെ ഞാൻ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വീട്ടിലുള്ള കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കയ്യിൽ നിന്ന് മൊത്തം പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇറ്റ്സ് മീ അൻഷുര ഫ്രം അൻഷു ടോക്കിംഗ് ഡയറീസ്. ഇനി ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ റൊട്ടീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ വീട്ടിലുള്ള കാച്ചിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടുത്ത സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടവില്ലാത്ത ഷേപ്പും കൊണ്ട് ഒരിക്കലും മുടി ചെയ്യുവാൻ പാടില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതാ ഇങ്ങനെ വിടവുള്ള ചീപ്പ് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി പൊട്ടാതിരിക്കാനുള്ള ചാൻസും കൂടി ഉണ്ടാവും. കാച്ചിയ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. എനിക്കത് എക്സാക്റ്റ് ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ പിന്നിലുള്ള സയൻസ് ഒന്നും എനിക്കറിയാൻ മേല. ഹെയർ ഓയിൽ മാറ്റി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹെയർ ഞാൻ എങ്ങനെയാണ് എണ്ണ തീർക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം. Jugársela una vez y ya a saltar sin red de contención. Lo que venga que se. ഇപ്പോൾ നമ്മളാണെങ്കിൽ മുടിയിൽ എണ്ണ തേച്ചില്ല, അതുപോലെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കുക. അതിന് നമുക്ക് എങ്ങനെ മുടിയുടെ ചട ഉടയ്ക്കുന്ന കൂടി കാണിച്ചു തരാം. തലമുടിയിൽ ചടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വിടർത്തണം. അതിനുശേഷം മാത്രം നമ്മൾ മുടിയിൽ ചീപ്പും കൊണ്ട് അടിച്ച് ചട ഉടയ്ക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് വേണം ചട ഉടച്ച് മുകളിലോട്ട് വരാൻ. എന്നിട്ടാണ് നമ്മൾ അവസാനം മുകളിൽ നിന്ന് താഴോട്ട് ഉടയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ എണ്ണയൊക്കെ വെച്ച് സെറ്റായതിനു ശേഷം നമ്മൾ കുറച്ച് നേരം മുടിയൊക്കെ കെട്ടി വെച്ചിട്ടിരിക്കുക. അതായത് സ്കാൽപ്പിലേക്കൊക്കെ എണ്ണ നന്നായിട്ട് ഇറങ്ങുള്ളൂ. അതിനുശേഷം നന്നായിട്ട് പോയി കുളിച്ച് നമ്മുടെ മുടിയൊക്കെ നല്ല വൃത്തിക്ക് വെക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ കിടക്കാൻ നേരത്ത് മുടിയുടെ ചടയൊക്കെ ഉടച്ചിട്ട് പിൻ കെട്ടി വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ രാത്രി മുടി കെട്ടി വെക്കുന്നത് അതുപോലെ കെട്ടി വെക്കാൻ ശ്രമിക്കുക. പിന്നെ കുറച്ചുകൂടി നല്ലത് പിന്നി കെട്ടി വെക്കുന്നതായിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഹെയർ റൊട്ടീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിൻ്റെ അടുത്ത ദിവസം കാണാം. സോ ഇറ്റ്സ് മീ അൻഷുര ഫ്രം അൻഷു ടോക്കിംഗ് ഡയറീസ്. സോ ബൈ.